ജയിപ്പിക്കാറുണ്ട്. എന്നാൽ ക്ഷേത്രത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ശരിയായി നമുക്കറിയില്ല. ഇവിടെ സ്നിഗ്ധ ക്ഷേത്രത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും നമ്മളോട് പറയുന്നത് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്നിഗ്ധ. ഞാൻ MMLPS ആവിയാറിൽ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബാലഗീത ക്ലാസ് വിജയകരമായ ഒരു വർഷം പിന്നിടുമ്പോൾ വേദങ്ങളെപ്പറ്റിയും ഇതിഹാസങ്ങളെപ്പറ്റിയും പുരാണങ്ങളെപ്പറ്റിയും കഥകളിലൂടെയും കവിതകളിലൂടെയും പദ്യങ്ങളിലൂടെയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന വിജി ചേച്ചിക്കും കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ സ്വായത്തമാക്കിയതിൽ വെച്ച് കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം നമുക്കൊരു കഥയിലൂടെ തന്നെ തുടങ്ങാം. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരാളെ പാമ്പ് കടിക്കുകയുണ്ടായി. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടിയും ഓടിക്കൂടി നല്ല രീതിയിൽ മുറിവ് കഴുകി വൃത്തിയാക്കി അവിടെ കെട്ടിവെച്ചു. ആശുപത്രിയിലേക്ക് പോകാനായിട്ട് വണ്ടിയും വിളിച്ചു. വണ്ടി വേഗം തന്നെ വന്നു. എല്ലാവരും വണ്ടിയിലേക്ക് ഓടിക്കയറി. വണ്ടി വിട്ടു. അപ്പോൾ പിന്നിൽ നിന്നും ഒരാളതാ വിളിക്കുന്നു, എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകണേ, എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകണേ എന്ന്. നോക്കുമ്പോൾ അത് പാമ്പ് കടി ഏറ്റ ആളായിരുന്നു. ഇവരുടെ പരിഭ്രമത്തിനിടയിൽ പാമ്പ് കടി ഏറ്റ ആളെ കൊണ്ടുപോകാൻ ഇവർ മറന്നുപോയി. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ ആളുകളും എന്തിനെന്നറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ ആചാരങ്ങളെ പറ്റിയും നമ്മുടെ സംസ്കാരങ്ങളെ പറ്റിയും നമ്മുടെ ധർമ്മങ്ങളെ പറ്റിയും പലപ്പോഴും നാം മറന്നു പോകുന്നുണ്ട്. നാം എല്ലാവരും ക്ഷേത്രത്തിൽ വരുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിലും പലർക്കും എന്താണ് പ്രാർത്ഥന, പ്രാർത്ഥനയുടെ മഹത്വം എന്താണ്, എങ്ങനെ പ്രാർത്ഥിക്കാം, എവിടെ നിന്ന് പ്രാർത്ഥിക്കാം എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്താണ് പ്രാർത്ഥന? പ്രകർഷണയുള്ള അർത്ഥത്തെയാണ് നാം പ്രാർത്ഥന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാൻ ഭയഭക്തി ബഹുമാനത്തോടെ വിശ്വാസത്തോടെ ഈശ്വരനോട് അർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് സാമാന്യേന പറയാം. കുറച്ചും കൂടി ഗഹനമായി ചിന്തിച്ചാൽ നാം എല്ലാം പരമാത്മാവിന്റെ അംശങ്ങളാണെന്നും എന്റെ ഉള്ളിലെ പരമാത്മാവിന്റെ അംശമായ ആത്മാവിനെ പരമാത്മാവുമായി തന്നെയിൽ ഭവിക്കുന്നതിനുള്ള ഒരു സാധനയായി പ്രാർത്ഥനയെ കാണാൻ സാധിക്കും. കണ്ണുകൾ ഭഗവാന് കാണുവാനും ചെവികൾ ഭഗവത് നാമം ശ്രവിക്കുവാനും നാവ് ഭഗവത് നാമം ഉച്ചരിക്കുവാനും കാലുകൾ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുവാനും കൈകൾ ഭഗവാനെ പൂജിക്കുവാനുമുള്ളതാണ് എന്നാണ് തുഞ്ചത്തെ എഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഋതുവായ പെണ്ണിനും ഇടത്തവനും ജാതകനും പതിതനും ചെയ്ത ഭൂഷനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കൂടെ നരുതാത്തതല്ല ഹരിനാരായ നായകമാ എന്നും ആമോദം പൂണ്ടു ചൊല്ലുവിനാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ എന്ന് പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാലയിലും പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്ന് നോക്കാം. ഇതിന് സ്ഥലത്തിന്റെയോ സമയത്തിന്റെയോ അശുദ്ധിയുടെയോ വിശുദ്ധിയുടെയോ നിയന്ത്രണമില്ല. ഏത് സമയം വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ദിവസവും പ്രാർത്ഥിക്കാം. രാവിലെ ഉറക്കമുണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ദുഃഖകരമായ നിമിഷങ്ങളിൽ മാത്രമല്ല സന്തോഷകരമായ നിമിഷങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കണം. വീട്ടിലോ ഓഫീസിലോ സ്കൂളിലോ ആശുപത്രിയിലോ കിടക്കുമ്പോഴും എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ നാം ആചാരപ്രകാരം പ്രാതകാലത്തും സന്ധ്യാവേളകളിൽ ദീപം തെളിയിക്കുമ്പോഴുമാണ് പ്രാർത്ഥിക്കാറ്. ഈ സമയങ്ങളിലൊക്കെ ഇഷ്ടദേവതാസ്തുതികളൊക്കെ ധാരാളം ചൊല്ലാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാം. നാം എല്ലാവരും ഇന്നിവിടെ പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞല്ലോ. പൊങ്കാലയുടെ ഐതിഹ്യം എന്താണ്? പൊങ്കാല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എവിടെയാണ് പൊങ്കാല ആചരിച്ചിരുന്നത്? ഇതൊക്കെ നിങ്ങൾക്കറിയാമോ? കുറച്ച് പേർക്ക് മാത്രമേ ഇതറിയുകയുള്ളൂ. എന്താണ് പൊങ്കാല? പൊങ്കാല എന്ന വാക്കിന്റെ അർത്ഥം തിളച്ചു മറിയുക എന്നാണ്. പൊങ്കാലയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കർഷകൻ നല്ല രീതിയിൽ അധ്വാനിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് കുറേയധികം വിളകൾ കൃഷി ചെയ്യുകയും അങ്ങനെ ഒരു സമയമായപ്പോൾ കൃഷി ചെയ്ത വിളകളെല്ലാം കൊയ്തെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ വിളകൾ കിട്ടി. അദ്ദേഹം അത് വിറ്റു നല്ല രീതിയിൽ പണവും സമ്പാദിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എനിക്കറിയാം ദേവിയുടെ കൃപ കൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും വിളകളൊക്കെ കിട്ടിയത്, അതുകൊണ്ട് ദേവിക്ക് ഒരു പൊങ്കാല ഇട്ട് കളയാം എന്ന് പറഞ്ഞു.
അങ്ങനെ അദ്ദേഹം നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു. സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാവരും എത്തി പൊങ്കാല അദ്ദേഹം ഇട്ടു. അടുപ്പ് തിളച്ചു മറിയുകയും അങ്ങനെ അദ്ദേഹം അത് എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് കയ്യിൽ നിന്നും കലം വഴുതി താഴെ പോവുകയും അത് പൊട്ടുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ഓർത്തത്, അദ്ദേഹം പറഞ്ഞത് ദേവിക്കൊരു പൊങ്കാല ഇടാമെന്നല്ലായിരുന്നു, ദേവിക്കൊരു പൊങ്കാല ഇട്ട് കളയാം എന്നായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ ഇതേ ഗുണപാഠം നമുക്ക് നൽകുന്ന മറ്റൊരു കഥയും കൂടി നമുക്ക് ഏവർക്കും അറിയാം. രാമായണത്തിലെ രാക്ഷസ രാജാവായ രാവണന്റെയും സഹോദരങ്ങളുടെയും കഥയാണത്. രാവണനും തൻ്റെ സഹോദരങ്ങളും കൂടുതൽ ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ തപസ് ചെയ്യുകയും എല്ലാവരുടെയും മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതിൽ കുംഭകർണൻ ആഗ്രഹിച്ചിരുന്നത് ഇന്ദ്രന്റെ സ്ഥാനമായിരുന്നു. അതായത് ദേവന്മാരുടെയും ദേവനായിട്ടുള്ള ഇന്ദ്രന്റെ പദവി കൈക്കലാക്കണമെന്ന ആഗ്രഹത്തോടെ ആണ് കുംഭകർണൻ ഭഗവാനെ തപസ് ചെയ്തിരുന്നത്. എങ്കിൽ ഇത് നേരത്തെ അറിഞ്ഞിരുന്ന ദേവന്മാർ സരസ്വതി ദേവി അഭയം പ്രാപിക്കുകയും സരസ്വതി ദേവി ഒന്നുകൊണ്ടും വിഷമിക്കുക എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സരസ്വതി ദേവി കുംഭകർണന്റെ നാവിൽ വിളയാടുകയും ഇന്ദ്രാസനം എന്നുള്ള വാക്ക് നിദ്രാസനം, എപ്പോഴും നീ ഉറങ്ങട്ടെ ആയി മാറുകയും ചെയ്തു. ഇതറിഞ്ഞ രാവണൻ പിന്നെയും കുറച്ചു കാലം ഭഗവാനെ തപസ് ചെയ്യുകയും അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനുജന് ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു രക്ഷ കൊടുക്കണം, എപ്പോഴും ഉറങ്ങുന്നതിനായാൽ പിന്നെ പ്രയോജനമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു.